അടുത്ത ഒരു സഹോദരിയുടെ സംശയം, അവർ അവരുടെ അടുത്ത ബന്ധുവിന് കുറച്ച് പണം കടമായി കൊടുത്തു. നല്ല സംഖ്യയാണ്, അത്യാവശ്യം നല്ല സംഖ്യയാണ് കൊടുത്തത്. ഒരാഴ്ച കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും അവർക്കത് തിരിച്ചു കൊടുത്തത്. അത് മാത്രമല്ല, ഈ സഹോദരി മറ്റൊരാളുടെ അടുത്ത് വാങ്ങിയിട്ടാണ് ഇവർക്ക് കൊടുത്തത്. ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരു വർഷമൊക്കെ ആയി എന്ന് പറയുന്നു. അവർ വാങ്ങിയത് ഒരു മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു, ഇവരൊരാഴ്ച കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു. രണ്ടുപേരും തിരിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ അവർ ചോദിക്കുമ്പോൾ പറയണത് ചിലപ്പോൾ തിരിച്ചു തരാനൊരു നിവൃത്തിയില്ല, ഇനി ഞാൻ എൻ്റെ വീട് പണയത്തിൽ ആധാരം പണയം വെച്ചിട്ട് പണം തിരിച്ചു തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറയണത് വെച്ചാൽ അതൊരു പലിശയുമായി ബന്ധപ്പെട്ട പൈസയാണല്ലോ തിരിച്ചു തരുന്നത്, അപ്പോൾ അത് വേണ്ട, അതല്ലാത്ത രൂപത്തിൽ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നില്ല, അതല്ലാത്ത രൂപമല്ല. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ഇനി അങ്ങനെയാണെങ്കിൽ ആ പലിശ ആണല്ലോ, ആധാരം പണയം വെച്ച് ലോണാണല്ലോ എടുക്കുന്നത്, ആ ലോണിൻ്റെ പൈസ ഞാൻ കടം വാങ്ങിയത് കൊടുത്തത് വാങ്ങിയാൽ അത് ആ പലിശയുമായി എനിക്ക് ബന്ധം ഉണ്ടാകുമോ, അതിലെനിക്ക് കുറ്റം കിട്ടുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇതിലുള്ളൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് പൈസ കിട്ടാനുണ്ട്, അത് ചോദിക്കാൻ അവർക്ക് അവകാശമുണ്ട്, അത് മറ്റവർ കൊടുക്കൽ നിർബന്ധമായും അവരുടെ ബാധ്യതയാണ്. അതാണ് അവർ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ പൈസ ചോദിക്കുമ്പോൾ ഒരാളിപ്പോൾ നമ്മളെ ഈമാനും നമ്മളെ വിശ്വാസമൊക്കെ കണ്ടിട്ട് ഞാനൊക്കെ പലിശക്കെടുത്ത് തരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ദീൻ്റെ ഒരാളല്ലേ. അപ്പോൾ നമ്മൾ പറയാം പലിശക്കെടുത്തിട്ടൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് കടം തരണ്ടേ ഇല്ല എന്നല്ലേ പറയണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും പൈസ കടം തരുമോ, തിരിച്ചു തരുമോ? എല്ലാവർക്കും പറയാമല്ലോ ഇപ്പോൾ, നിങ്ങളെ പൈസ തരണമെങ്കിൽ എനിക്ക് ലോൺ എടുക്കണം, അപ്പോൾ ഞാൻ ലോൺ എടുത്താൽ നിങ്ങൾക്ക് കുറ്റം കിട്ടും എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു കഥയില്ല. നമ്മളോട് പറയേണ്ടത്, നിങ്ങൾ എൻ്റെ നിന്ന് കടം വാങ്ങിയ പൈസയാണ്, നിങ്ങൾ എൻ്റെ പൈസ എനിക്ക് എന്ത് ചെയ്യണം, തരണം. അവർ എന്ത് പൈസ ഇവർക്ക് കൊടുന്നു കൊടുത്താലും എന്താണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം അത് കട്ടതോ അല്ലെങ്കിൽ പലിശൻ്റെ ഒന്നും പൈസയല്ല, നമുക്ക് തരാനുള്ള പൈസയാണ്. ഞാൻ 1000 ഉറുപ്യ നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് ഞാൻ 1000 വാങ്ങണുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 1000 എനിക്ക് ഹലാലാണ്. നിങ്ങൾ എവിടെ നിന്നുണ്ടാക്കി എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ്. എന്നാൽ പിന്നെ ഒരു പറയണത്, ഒരു മാസം കൊണ്ട് എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് ലോണില്ലാതെ തരാൻ പറ്റും. ഒരു മാസത്തിന് മുന്നേ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ പലിശക്ക് എടുക്കേണ്ടി വരുന്നതാണെങ്കിൽ അയാളെ ഒരു തെറ്റിൻ്റെ കാര്യത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്താ ഒരു മാസം എനിക്ക് ഞാൻ അവധി തരാമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇപ്പോൾ ഇനി പൈസ ചോദിക്കുമ്പോഴൊക്കെ ഇത് പറയാം, എന്ത് ഞാൻ എനിക്ക് ലോൺ എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൈസ കിട്ടാതെ പറ്റുമോ? അതും ഇത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട് എങ്ങനെ പറ്റും? അപ്പോൾ അവരോട് നമ്മൾ പറയേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ കാശ് എനിക്ക് തരണം, അതെനിക്ക് പ്രശ്നമില്ല എന്ന് പറയുകയും അത് വാങ്ങുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് ഞാൻ പറയണം. ഇതായിട്ട് ബന്ധം ഉണ്ടാവില്ലല്ലോ, പലിശയായിട്ട് ബന്ധം.